ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NanduZzz. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഓണം സ്പെഷ്യൽ മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓണമൊക്കെ അല്ലേ, അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടെ മാത്രം ഓണം സ്പെഷ്യൽ എന്ന് ചെയ്തില്ലേ മോശമല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യാം ഒരു ഓണം സ്പെഷ്യൽ മേക്കപ്പ് ലുക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളം ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ. നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. നമ്മളിപ്പോൾ എന്നിടുന്ന ഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാരിയും സെറ്റ് മുണ്ടും ഒന്നും അല്ല. അപ്പം ഞാനിപ്പോൾ ഒരു സെറ്റ് മുണ്ട് എടുത്തിട്ട് അതിൻ്റെ മുണ്ട് എടുത്ത് ലെഹങ്ക പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുപ്പിച്ചേക്കാണ്. പിന്നെ നമുക്ക് മേക്കപ്പ് ഇടുന്നതിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വേണം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുക. നമ്മുടെ ഫേസിലൊന്ന് അബ്സോർവ് ചെയ്ത് കിട്ടണം. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ രണ്ടാമത് അപ്ലൈ ചെയ്യുന്നത് ഒരു ഫൗണ്ടേഷനാണ്. അപ്പം കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഹൈഡ് ചെയ്യാനൊക്കെ നല്ലൊരു ഇതാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ലാക്മിയുടെ ഫൗണ്ടേഷനാണ്. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ വാങ്ങുമ്പോഴാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്കിന്നിൻ്റെ കളറിന് സ്യൂട്ടാകുന്ന രീതിയിലുള്ള ഫൗണ്ടേഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ചൂസ് ചെയ്യുന്നതെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ കൈയുടെ പുറത്തേക്ക് കുറച്ചൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കളറ് നമ്മുടെ സ്കിന്നിൻ്റെ കളറും നമ്മുടെ ഫൗണ്ടേഷൻ്റെ കളറും കൂടെ അബ്സോർബ് ചെയ്ത് നല്ല ഒരു ഇത് കിട്ടുകയാണെന്നെങ്കിൽ ടോൺ ആകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള നോക്കി വേണം ഒന്ന് നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കാൻ. നമുക്ക് ഫൗണ്ടേഷൻ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കൈവച്ച് തന്നെ ഒന്ന് സ്മഡ്ജ് ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫേസിൽ മാത്രമല്ല നമ്മുടെ നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അല്ലാച്ചാൽ നമ്മുടെ ഫേസിലും നെക്കിലും വേറെ വേറെ ഒരു കളറ് തോന്നും. അപ്പോൾ നമുക്ക് നെക്കിലും കൂടെ ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ എടുത്ത സമയത്ത് ചെറിയ ചെറിയ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം സ്മഡ്ജ് ചെയ്ത് കൊടുക്കാൻ. അല്ലാതെ കുറേ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് ഒഴിച്ച് ഇങ്ങനെ കൊടുത്ത് അങ്ങനെ അപ്ലൈ ചെയ്യല്ല ചെയ്യുന്നത്. ചെറിയ എമൗണ്ട് എടുത്തിട്ട് വളരെ ചെറിയ എമൗണ്ട് എടുത്താൽ മതി. എന്നിട്ട് ചെറിയ ചെറിയ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സ്മഡ്ജ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പുറപ്പെട്ട് പോകുന്നതിൻ്റെ കൂട്ടിരിക്കും. ഇപ്പം തന്നെ ആണെങ്കിൽ ഇത് ക്യാമറയ്ക്കകത്തൂടെ കാണുന്നതുകൊണ്ടായിരിക്കും ഒരുപാട് കളർ പോലെ തോന്നിക്കുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ വളരെ ലൈറ്റായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇത്ര കളറൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. പിന്നെ ഞാനൊരു ടോണറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഫൗണ്ടേഷൻ ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ടോണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ ടോണിൻ്റെ ടോണറാണ് അപ്ലൈ ചെയ്തത്. അപ്പം നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടാൽക്കം പൗഡറോ അല്ലെങ്കിൽ കോമ്പാക്റ്റ് പൗഡറോ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ടാൽക്കം പൗഡറാണ് യൂസ് ചെയ്യുന്നത്. കോമ്പാക്റ്റ് പൗഡറിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാനിപ്പം ഓണത്തിനൊക്കെ നമ്മൾ കോമ്പാക്റ്റ് പൗഡറൊന്നും അങ്ങനെ ഉപയോഗിക്കില്ലല്ലോ. നമ്മൾ സാധാ പൗഡറല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാ പൗഡർ തന്നെ ഉപയോഗിക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചില സമയത്ത് ഐബ്രോസൊക്കെ പൊഴിയുന്നൊക്കെ ഉണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ത്രെഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകൾ വന്നിട്ടുണ്ടെങ്കിലും നമുക്കൊന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മളൊരു ഔട്ട്ലൈൻ പോലെ ചെറിയ രീതിയിലൊന്ന് വരച്ച് കൊടുക്കാം. നല്ല ഫിനിഷ് ചെയ്യാം നമുക്ക് നമ്മുടെ ഐബ്രോസൊക്കെ. ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഡാർക്കായിട്ട് എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കോംബ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ടോ, എൻ്റെ പിരിക നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കണ്ടോ, കോംബ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ചെയ്യാം. നിങ്ങളെല്ലാവരും ഇനി ഇതേപോലെ പിരിക ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ടച്ച് ചെയ്ത് കോംബ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല ഫിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഐബ്രോസൊക്കെ. ഇനി നമുക്ക് കണ്ണെഴുതാം. അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. ഇപ്പോൾ ഞാൻ എഴുതാൻ പോകുന്നത് ആൽമണ്ട് ഐ ആണ് ഞാനിപ്പോൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ ട്രഡീഷണൽ ലുക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ട് ആൽമണ്ട് ഐ തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ആൽമണ്ട് ഐ എഴുതുന്നതിന് നമുക്ക് ടെയിലിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ടെയിലിൻ്റെ ആ ഭാഗത്ത് രണ്ട് കോണും കൂടെ നല്ല തിക്കായിട്ട് ആണ് നമ്മൾ
എഴുതുന്നത്. അങ്ങനെയാണ് ആൽമണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൽമണ്ട് കണ്ടിട്ടില്ലേ, അപ്പോൾ ആൽമണ്ടിൻ്റെ ഒരു ഷേപ്പിലാണ് നമ്മൾ കണ്ണെഴുതുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നല്ല ഡാർക്കിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് നല്ല ഡാർക്കിൽ തന്നെ അപ്ലൈ ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. കണ്ണെഴുതുന്ന കുറച്ച് സമയത്ത് തന്നെ എഴുതണം കേട്ടോ. അപ്പം ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് തിക്കായിട്ടാണ് ഞാൻ എഴുതുന്നത്. ആൽമണ്ടായി നന്നായിട്ട് തിക്കായിട്ട് ഞാൻ എഴുതിയിട്ടിരിക്കുന്നത്. ഇപ്പോൾ താഴെ കണ്ണിൻ്റെ വാട്ടർ ഐ എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാജൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പം ഞാനിപ്പം കാജൽ ഉപയോഗിക്കാനായിട്ട് നിന്നില്ല. ഇത് ഐലൈനർ തന്നെ കൊണ്ടാണ് ഞാനിപ്പം ഫില്ല് ചെയ്ത് എടുത്തിരിക്കുന്നത്. കോർണറിലൊന്ന് വരച്ചു കൊടുക്കാം. നന്നായിട്ട് കോണാക്കി എടുക്കണ്ട, വാട്ടർ ഐ എഴുതി കൊടുക്കാം. വാട്ടർ ഐ എഴുതാൻ കാജൽ നമ്മൾ യൂസ് ചെയ്യാം. ഐലൈനറാണ് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഒന്ന് കണ്ണിൻ്റെ എൻഡിലൊന്ന് നന്നായിട്ടൊന്ന് തിക്കാക്കി എടുക്കണം. എന്നാലേ നമ്മൾ ആൽമണ്ടിൻ്റെ ആ ഒരു ഷേപ്പിൽ ഒന്ന് ചെയ്ത് കൊടുക്കണം. ഇപ്പം തന്നെ ഞാൻ കണ്ടല്ലേ, ഞാനിപ്പോൾ അത് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. കറക്റ്റ് ഇങ്ങനെയാണ് എഴുതേണ്ടത്. രണ്ട് വശവും ടീലല്ല കൊടുക്കേണ്ടത്, ഇങ്ങനെ കോണ് പോലെ നന്നായിട്ട് ഫില്ല് ചെയ്ത് നന്നായിട്ട് കാജൽ തിക്കാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് ആൽമണ്ട് ഐ എങ്ങനെ എഴുതേണ്ടതെന്ന ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നമ്മൾ മേക്കപ്പ് ലുക്കാണ് കാണിക്കുന്നതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ടച്ചപ്പാണ് ഐയുടെ. വാട്ടർ ഐയും എഴുതണം. താഴെ കോർണറിലോട്ട് നമ്മൾ എഡ്ജസ് വലിച്ച് വെച്ച് എഴുതുകയും ചെയ്യണം. ഇനി നമുക്ക് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഐ ലാഷസിലൊക്കെ ഒന്ന് വിടർത്തി വയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ട്രഡീഷണൽ ലുക്കിൽ ഒരു മേക്കപ്പ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ണൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐ ലാഷസ് യൂസ് ചെയ്യുന്നത്. മസ്കാര ഇട്ട് കൊടുത്തു. ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. നമുക്ക് മസ്കാര ഇട്ടില്ലെന്ന് വെച്ച് പ്രോബ്ലം ഒന്നുമില്ല. ഇപ്പം നമുക്ക് നമ്മുടെ ലിപ് ലൈനർ വെച്ചൊന്ന് ലിപ്പൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ലിപ് ലൈനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഐടെക്സിൻ്റെ ആണ് കേട്ടോ. കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ്, മെറൂൺ ഷെയ്ഡാണ്. പിന്നെ നമ്മൾ ലിപ് ഗ്ലോസ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയതല്ല, അതിപ്പോൾ ഞാനിപ്പോൾ റിയാദിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. ഒരു ലേശം മതി കേട്ടോ. നന്നായിട്ട് നല്ല ഗ്ലോ ഉള്ള ഒരു ലിപ് ഗ്ലോസാണ്. ഇപ്പോൾ ലേശം എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ കണ്ടോ ഒരുപാട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയൊന്നും വേണ്ട, നമുക്കൊന്ന് കുറച്ചൊന്ന് ബ്ലോട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ ഒരുപാടുള്ളതുപോലെ തോന്നുന്നു. ലേശം ഒന്ന് പുരട്ടിയതേ ഉള്ളൂ. അപ്പോൾ എന്നാൽ ഒരുപാടുള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയ്ക്ക് അങ്ങോട്ട് വേണ്ട. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പുറപ്പെട്ട് പോകുന്നതിൻ്റെ കൂട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ചൊന്ന് ബ്ലോട്ട് ചെയ്ത് എടുക്കാം. ലൈനൊന്ന് കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് ബ്ലോട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ജ്വല്ലേഴ്സൊക്കെ ഒന്ന് ഇടാം. ഞാനിപ്പം എടുത്തിരിക്കുന്ന വള കണ്ടില്ലേ, വളയൊന്ന് ഇട്ട് വിടാം. കുറച്ച് വളയുള്ളൂ, ഒരുപാട് വളയൊന്നും ഇടുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ അതല്ല, എനിക്ക് ഇങ്ങനെയുള്ള വളകളാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ ഇതിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് മാല ഇടാം. ഇതൊരു ബ്ലാക്ക് മെറ്റലിൻ്റെ മാലയാണ് കേട്ടോ. പിന്നെ നമുക്ക് കമ്മലിടാം. ഇതിപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വാങ്ങിച്ചൊരു കമ്മലാണ്. കുറേ വർഷം എന്ന് വെച്ചാൽ ഏകദേശം 3 വർഷത്തിന് മുമ്പ് വാങ്ങിയൊരു കമ്മലാണ്, ജിമിക്കയാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ധാവണി പോലെ അതൊന്ന് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ട് ഇടാം. നമ്മളൊരു പൊട്ട് തൊട്ടിട്ടുണ്ട്. അയ്യോ വലിയ പൊട്ടായിപ്പോയി അല്ലേ, എന്നാലും ഇരിക്കട്ടെ. നമുക്കൊരു ഓണം ലുക്കല്ലേ, അപ്പോൾ ഒരു വലിയ പൊട്ട് തന്നെ തൊട്ടേക്കാം. ഇനി നമുക്ക് ചന്ദനം തൊടാം.
ചന്ദനം തൊട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് ലുക്ക്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അത്തം തൊട്ടു വിരിഞ്ഞു ചിരിക്കുമൊരായിരം അഴകല്ലേ, മുറ്റത്താവണി മാസം കൊണ്ടു നടക്കും മഴവില്ലേ, എങ്ങനെ 7 നിറങ്ങളുഷസ്സിരിണ